ഫാനാണോ? മമ്മൂട്ടി ഫാനല്ല, ഞാൻ മോഹൻലാൽ ഫാനായിരുന്നു. നീ മമ്മൂട്ടി ഫാനാ? ഫാൻസിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഫാമിലിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഫാനാണ്? ലാലേട്ടൻ ഫാനാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു, ഈ പ്രായത്തിൽ ഏത് നടൻ ചെയ്യും? വീട്ടിൽ കുത്തിയിരിക്കത്തുള്ളൂ. മോളിവുഡ് ഓൺ ടെർബോ മൂഡ്. ഒരു രക്ഷയില്ല. ടർബോ ജോസിന്റെ പഞ്ചിൽ കുലുങ്ങി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോർമൽ ഓഡിയൻസിന്റെ റിവ്യൂ ഒന്ന് ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂലേക്ക്. പൊന്നേട്ടാ സൂപ്പർ പടം. അടുത്ത ടിക്കറ്റ് അടുത്ത വീട് ടിക്കറ്റ് എടുത്തത് കണ്ട അടുത്ത ഷോയ്ക്ക് പൊളിപ്പടം. ഇത് നടക്കുന്ന പടം ഞങ്ങൾ ഇതുവരെയും. മമ്മൂട്ടി ഫാനായിട്ട് പറയണോ? മമ്മൂട്ടി ഫാനല്ല, ഞാൻ മോഹൻലാൽ ഫാനായിരുന്നു. നീ മമ്മൂട്ടി ഫാനാ? അത് സൂപ്പർ പടം, സൂപ്പർ. ഇതിക്കുള്ള എന്താ വേണം ചെയ്ത് പൊളിച്ചു വെച്ചിരിക്കുന്നു. പൊളിച്ചു അടിപൊളി. ഇത്രയും പ്രതീക്ഷ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ പടം. അഴിഞ്ഞാട്ടമാണ്. അഴിഞ്ഞാട്ടോ ഇത്, ഇതിന് പറയാൻ വാക്കുകളില്ല. അഴിഞ്ഞാട്ടമല്ല ഇത്, എന്തുവാ പിന്നെ ഇത് ഓട്ടം, ആറാട്ട്, പിന്നെ മത്സര ഓട്ടം. സൂപ്പർ. എന്റെ പൊന്നേട്ടാ അടിപൊളി. ഇതിനെ കവച്ചേക്കിന് വേറെ പടമില്ല. തമിഴോടൊക്കെ മാറിയിരിക്കുമല്ലോ. നമ്മൾ രാവിലത്തെ ഷോ കഴിഞ്ഞപ്പോ ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു പടം എന്ന് പറഞ്ഞു. കണ്ടിട്ട് ഫാൻസിനല്ല, ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റിയ സൂപ്പർ പടം. ഫാമിലി ഏറ്റെടുക്കും. ഇതിക്കുള്ള എന്തുവാ, ഇത് 200 കോടി തന്നെ. പിന്നെ കണ്ടോ സൂപ്പർ. മുരുകൻ തീർക്കുമോ? പടം എനിക്ക് മോഹൻലാലാണ് വർഷം. പക്ഷേ നിങ്ങൾ 23 വയസ്സായിട്ട് അതിനകത്തല്ല കാണുന്നത്. സത്യം മമ്മൂട്ടിയുടെ ഇപ്പൊ പറഞ്ഞ ഒരു പടം നമുക്കൊന്നും മോശം പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഫാനാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു, ഈ പ്രായത്തിൽ ഏത് നടൻ ചെയ്യും? വീട്ടിൽ കുത്തിയിരിക്കത്തുള്ളൂ. അങ്ങനെ ഇനി ചെയ്യാൻ കിടക്കുന്ന പടത്തിന്റെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തോ ആക്ഷൻ പടങ്ങൾ ഇനി വരാൻ പോകുന്നു. സത്യം ഇങ്ങനെ ഇത് ഒറ്റ ഉണ്ടാകുള്ളൂ ഈ സംഭവം. അത്ര അടിപൊളി അടിപൊളിയ പടം. പ്രതീക്ഷയില്ലല്ലോ ഇത്ര. ഇല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം പ്രത്യേകിച്ച് വൈശാഖിന്റെ ഇടയ്ക്ക് ഇറങ്ങിയൊരു മൂവി ഇതായിട്ട് പോയി. പക്ഷേ ഒറ്റ കൊല്ലം റൈറ്റർ മിഥുൻ മാനുവൽ ആ ഒരു പുള്ളിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. അതെന്തായാലും അല്ല, കൊടുത്ത പൈസക്ക് മുതലാണ് ഈ പടം. വേർത്താണ്. അപ്പൊ കുറെ പേര് മമ്മൂട്ടിയുടെ ഫൈറ്റും പ്രായത്തിന്റെ ഒക്കെ വെച്ച് കുറെ പറഞ്ഞായിരുന്നു. ഫൈറ്റ് ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രായം വയ്ക്കുന്ന നമുക്ക് തന്നെ അസുഖങ്ങൾ വരും. അതിൻ്റെതായ ഡ്യൂപ്പിന് ഇതിനകത്ത് ഞാൻ ഇൻസൈഡിനകത്ത് പറഞ്ഞിട്ട് ഡ്യൂപ്പിനെ പോലും വെച്ചിട്ടില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളത് എനിക്കത്തോലും ഈ പ്രായത്തിൽ ആ മനുഷ്യക്ക് കിടന്ന് കാണിക്കുന്ന ഇനിയും കുറെ വരാണ്. ഇതിന് സെക്കൻഡ് ഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ വെയിറ്റിംഗ് ആണ്. മമ്മൂട്ടിയുടെ പറഞ്ഞ 100 കോടി ക്ലബ്ബ് അതിന്റെ ഒരു ഇത് മാറി കിട്ടും. 100 അല്ല, എനിക്ക് തോന്നുന്നു ഈ പടം കണ്ടത്. എനിക്ക് തോന്നുന്നത് അടുത്ത ഞങ്ങൾ ബുക്ക് മൈ ഷോ നോക്കുന്ന ഓൾമോസ്റ്റ് ഫുള്ളാണ്. എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഇനി വരാൻ പോകുന്ന ബസ്സുക്ക് അതൊക്കെ വെയിറ്റിംഗ് ആണ്. മൊത്തത്തിൽ ഫാമിലി എടുക്കും. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് കാണാനും പറ്റിയ പടമാണ്. പുള്ളി അതാണ് ഒരു ക്യാരക്ടർ. കംപ്ലീറ്റ് ആക്ഷൻ ഫാൻസിന് വേണ്ടി മാത്രമാണോ? ഫാൻസിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഫാമിലിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നി? ഇഷ്ടപ്പെട്ടു. നമ്മുടെ പഴയ മമ്മൂട്ടി തന്നെ ഇത്രയും ഏജിലും ഇത്രയും ചെയ്യാൻ തന്നെ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഫ്ലാറ്റ് രീതിയിലാണ് പോയത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഉണ്ട് അതങ്ങ് ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു നമ്മള്. ഭയങ്കര തന്നെ എന്റർടൈൻമെന്റ്. നമ്മൾ ഈ ലോജിക്കൊക്കെ പുറത്ത് വെച്ച് നമ്മൾ വന്ന് കാണണം. അല്ലാതെ ഒരു ചില ഏട്ടൻ ഫാൻസിനൊന്നും പിടിക്കത്തില്ല. ബ്രോ ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ലാലേട്ടൻ ഫാന്റെ റിവ്യൂ എങ്ങനെയുണ്ട്? എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോയത്. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് കൊണ്ട് കേട്ടില്ല. അല്ലാതെ ക്ലൈമാക്സ് മാത്രമേ ഉള്ളതാണ്. പിന്നെ എന്താണ് ലാലേട്ടൻ മുരുകന് കൊടുത്ത പോലെ ഒരു സാധനം ഇല്ലെന്ന്. അത്രയൊന്നും ഇല്ലേ? അത് വേറെ ലീഗ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സിനിമ? ടർബോ 2 വെയിറ്റിംഗ്. വില്ലൻ സൂപ്പർ ആയിരുന്നു. ഒക്കെ ഒരു എന്റർടൈൻമെന്റ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഏറ്റെടുക്കും. ഫാമിലിയൊക്കെ എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആണല്ലോ ഇത്. എല്ലാവരും ഏറ്റെടുക്കും. പടം അടിപൊളി. നമുക്ക് വിഷയമാണ് കേട്ടാ. ഒരു ഇടി മൊത്തത്തിൽ ഇടിപ്പട പ്രതീക്ഷ സാധനം കിട്ടി. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ മമ്മൂക്കാന്ന് പറഞ്ഞ വിഷയല്ലേ സെയിം.